പ്രമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അലീന എറണാകുളത്ത് നിന്ന് രാവിലെ കാപ്പി പോലും കുടിക്കാതെയാണ് രാവിലെ 9 മണിയായപ്പോഴത്തേക്കും വൈജയന്തിയുടെ വീട്ടിലെത്തിയത്. അലീനയ്ക്കിട്ട് പണി കൊടുക്കാൻ വേണ്ടി വൈജയന്തി അവിടുന്ന് മാറി നിന്നാലും ഉച്ചവരെയാകുമ്പോഴത്തേക്കും അങ്ങോട്ടേക്ക് ബാലേന്ദ്രൻ എത്തുമല്ലോ ഭക്ഷണം കഴിക്കാൻ വേണ്ടി. അന്നേരം അലീന അവിടെ നിൽക്കുന്നത് കാണും. അലീന ഫുഡ് കഴിച്ചിട്ടില്ല. അതുകൊണ്ട് രണ്ടുപേരും ഫോൺ വിളിച്ചിട്ട് വൈജയന്തി എടുക്കുന്നില്ല കേട്ടോ. അപ്പോൾ രണ്ടുപേരും കൂടെ ഫുഡ് കഴിക്കാനായിട്ട് ഹോട്ടലിൽ പോകും. അത് കഴിഞ്ഞ് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പം ബാലേന്ദ്രൻ പറയുന്നുണ്ട് മിക്കവാറും ഫോൺ സ്വിച്ച് ഓഫ് ആയി പോയതായിരിക്കും, അതുകൊണ്ടായിരിക്കും അവളെ വിളിച്ചിട്ട് കിട്ടാത്തത് എന്ന് പറയുമ്പം അലീന പറയുന്നുണ്ട് അതൊന്നും അല്ല സാർ, ഫോൺ സ്വിച്ച് ഓഫ് ആയതൊന്നും അല്ല, ഓഫ് ചെയ്ത് വെച്ചേക്കുന്നതാണ് എന്ന്. അന്നേരം ബാലേന്ദ്രൻ ചോദിക്കും അതെന്തിനാ എന്ന്. അന്നേരം അലീന പറയുന്നുണ്ട് ഞാൻ ഇന്നലെ തന്നെ വരാത്തതിൽ മേഡത്തിന് നല്ല ദേഷ്യമുണ്ട്, അതുകൊണ്ട് ഞാൻ ഇന്ന് എത്തൂലോ, എനിക്കിട്ട് പണി തരാൻ വേണ്ടിയാണ് മാറി നിൽക്കുന്നത് എന്ന് അലീനയ്ക്ക് മനസ്സിലായി. അത് അലീന ബാലേന്ദ്രനോട് പറയുന്നുണ്ട്. പിന്നീട് നമ്മുടെ മുത്തശ്ശിയും വൈജയന്തിയും കാണിക്കുന്നുണ്ട്. മുത്തശ്ശിക്ക് ആകെ വിഷമം, അലീന വന്നു കഴിയുമ്പോൾ പുറത്ത് നിൽക്കണമല്ലോ എന്നോർത്ത്. അന്നേരം വൈജയന്തിയോട് വഴക്കുണ്ടാക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് എടി നിന്നെ ഞാൻ നല്ല രീതിയിൽ തന്നെയാണ് വളർത്തിയത്, നീ എല്ലാവരോടും മര്യാദയ്ക്ക് പെരുമാറുമായിരുന്നു, സംസാരിക്കുമായിരുന്നു, നിന്നെ എല്ലാവർക്കും ഇഷ്ടവുമായിരുന്നു. പിന്നെ എനിക്ക് എൻ്റെ ജീവിതത്തിൽ പറ്റിയ ഏറ്റവും വലിയ തെറ്റാണ് നിന്നെ ആഗ്രയ്ക്ക് പറഞ്ഞു വിട്ടത് എന്നിങ്ങനെ മുത്തശ്ശി പറയുവാണ്. ഇതൊക്കെ പറയുമ്പം വൈജയന്തിക്ക് നല്ല ടെൻഷൻ ആകുന്നുണ്ട്. ഈ പറയുന്നത് കമല കേൾക്കുന്നുണ്ടോ എന്നൊക്കെ അകത്തേക്ക് നോക്കുന്നുണ്ട്. അങ്ങനെ മുത്തശ്ശി അത്രയും പറഞ്ഞു കഴിയുമ്പോൾ ആകെ വിഷമത്തിലിരിക്കുന്ന വൈജയന്തിയും കാണിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് പ്രൊമോ ആയിട്ട് കാണിച്ചത്.